അപ്പോൾ ഗൈസ് ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു ചാനലാണെന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഫുൾ A+ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനവിക്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് സയൻസ് സബ്ജക്റ്റിൻ്റെ സ്റ്റഡി പ്ലാനുമായിട്ടാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റിൻ്റെ സ്റ്റഡി പ്ലാനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് സ്റ്റഡി പ്ലാൻ എന്നൊക്കെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയൻസ് പറയുന്ന നമ്മളിനി അടുത്തതൊരു വേറെ തന്നെ ഒരു ബ്ലോക്കായിട്ട് എടുക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കിപ്പോൾ ലാംഗ്വേജ് കഴിഞ്ഞു, മാത്സ് കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു, അപ്പോൾ സോഷ്യൽ കഴിഞ്ഞു, ഇനി സയൻസ് എന്നുള്ളൊരു ബ്ലോക്കാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹിന്ദി എക്സാം, ഇന്ന് നടന്ന ഹിന്ദി എക്സാമിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആണ് ചാനലിൽ. ജസ്റ്റ് പോയി നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാനിലോട്ട് കിടക്കാം. അപ്പോൾ എനിക്ക് ഞാൻ അനുഭവിച്ച കുറച്ച് ടിപ്സും, അതായത് ഞാൻ അനുഭവിച്ച കൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ടിപ്സും നിങ്ങൾക്കും ചിലപ്പോൾ ഇതേപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പല പാഠങ്ങളും നിങ്ങളുടെ എക്സാംസിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കമൻറ്റ് ബോക്സ് ഫുൾ സ്റ്റഡി ടിപ്സ് കൊണ്ടായിരിക്കണം, സയൻസിൻ്റെ സ്റ്റഡി ടിപ്സ് കൊണ്ടായിരിക്കണം എന്നറിയേണ്ടത്. അപ്പോൾ ആ കാര്യം ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫിസിക്സ് എടുക്കാം. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യണം, അതായത് PYQ സോൾവ് ചെയ്യണം. ഫസ്റ്റത്തെ ഈ ഒരു ഡേ, അതായത് ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഒരു 12 മണി വരെയെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കുക പറഞ്ഞാൽ ടെക്സ്റ്റിൽ നിങ്ങളൊന്നും പഠിക്കാൻ ബാക്കിയുണ്ടാവരുത്. പ്രത്യേകിച്ച് ആ ബ്ലൂ ബോക്സിൽ ഉണ്ടാകുന്നില്ല കുറേ സ്റ്റേറ്റ്മെൻറ്റ്, മോട്ടോർ പ്രിൻസിപ്പിൾ, അതൊക്കെ ഉണ്ടാകുന്നില്ല. പിന്നെ ഓരോന്നിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാ, അതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോവുക. പിന്നെ ഓരോന്നിൻ്റെ ഗ്രാഫ്, നമ്മുടെ ഈ ഒരു മോഡൽ എക്സാമിനേഷനിൽ നമ്മളെ കുഴപ്പിച്ചതായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർമേച്ചറിലെ ഗ്രാഫായിരുന്നു ചോദിച്ചത്. നമ്മൾ പെട്ടെന്നത് DC-യുടെ ആണോ AC-യുടെ ആണോ DC-യുടെ ഗ്രാഫ് എഴുതി. അതേപോലെ ആയി പോകരുത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, എല്ലാ കോൺസെപ്റ്റും എല്ലാ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. അതിനുശേഷം നമ്മൾ എത്രത്തോളം നമ്മൾ ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു അതേ ഇമ്പോർട്ടൻസ് നമ്മൾ ക്വസ്റ്റ്യൻസിനും കൊടുക്കണം ഗൈസ്. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്സിന്. നമ്മളെ മാത്സ് പോലെ തന്നെയാണ് ഫിസിക്സിൽ കുറച്ചും കൂടി സെൻറ്റൻസുകൾ ബൈഹാർട്ട് എന്നല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സെൻറ്റൻസ് പഠിക്കാണ്ട് പിന്നീട് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. PYQ ഒക്കെ നിങ്ങൾക്ക് കിട്ടും, ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടും. SLC ഫിസിക്സ് PYQ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 12 മണിക്ക് ശേഷം, അതായത് നാളെ 12 മണിക്ക് ശേഷം നിങ്ങൾ ഫിസിക്സിൻ്റെ PYQ ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിച്ചതിന് ശേഷം മാത്രം PYQ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നും ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫിസിക്സിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫിസിക്സ് എക്സാം സെറ്റാവും. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽസിൻ്റെ ലൈവും ഒക്കെ കാണാം. അപ്പോൾ അതിൽ നമുക്ക് ഫിസിക്സ് എക്സാം സെറ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പിന്നീട് നമുക്ക് വരുന്നുള്ളത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ ഞാൻ കുറേ അനുഭവിച്ചൊരു പ്രശ്നമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചിട്ട് പോകുന്ന ഒരാളായിരുന്നു. ഈ ഒരു മോഡൽ എക്സാം വരെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചിട്ട് പോയി. മോഡൽ എക്സാമിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കെമിസ്ട്രി തൊട്ടില്ലായിരുന്നു, ഫിസിക്സ് മാത്രമായിരുന്നു പഠിച്ചത്. കാരണം അത് രണ്ടും ഒന്നിച്ചായിരുന്നു വന്നത്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിക്ക് അത്യാവശ്യം നല്ല മാർക്കും പോയിരുന്നു. പക്ഷേ കെമിസ്ട്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിക്കരുത് എന്നല്ല, ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻസ് ആണ് അധികം സോൾവ് ചെയ്യേണ്ടത്. കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിന് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഡബിൾ തന്നെ ഇമ്പോർട്ടൻസ് ഞാൻ ക്വസ്റ്റ്യന് കൊടുക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പേഴ്സണലി എൻ്റെതാണ്, ഞാൻ പറയുന്നതാണ്. ഇത് ഞാൻ അനുഭവിച്ചതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിൻ്റെ ഡബിൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ PYQ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം. കാരണം ഫിസിക്സ് പോലെ ടെക്സ്റ്റിന് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന പോലത്തെ അല്ല ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് പറയുന്നുള്ളത്, ഫിസിക്സ് നമുക്ക് ടെക്സ്റ്റ് വായിച്ചാൽ ക്വസ്റ്റ്യൻസ് സിമ്പിളായിരിക്കും, പക്ഷേ കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ടഫായിരിക്കും, ടെക്സ്റ്റിലുള്ളത് സിമ്പിളായിരിക്കും. അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം കെമിസ്ട്രി അത്യാവശ്യം നമ്മൾ 2 ദിവസമാണ് നമുക്ക് ലീവ് ഉള്ളത്. ഒരു ദിവസം നല്ല രീതിക്ക് തന്നെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. രണ്ടാമത്തെ ദിവസം നമ്മൾ ഫുൾ PYQ ചെയ്യുക. PYQ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് 2 ദിവസം ലീവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബയോളജിയിലേക്ക് വരുമ്പം, ബയോളജി ചില ആൾക്കാർക്ക് എളുപ്പമായിരിക്കും, ചില ആൾക്കാർക്ക് ടഫായിരിക്കും. ഫോർ മീ പേഴ്സണലി എനിക്ക് മോഡൽ എക്സാം വരെ ടഫായിരുന്നു. അതിനുശേഷം ഞാൻ അത്യാവശ്യം അതിനുവേണ്ടി വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരുമാതിരി ഈസി എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റില്ല, ഒരുമാതിരി സെറ്റായി വന്നിട്ടുണ്ട്. പക്ഷെ ബയോളജിക്കലുള്ള ടിപ്പ് ഞാൻ പറയാം. ഫസ്റ്റ് നിങ്ങൾ ഒരു 2 അല്ലെങ്കിൽ 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ
നിങ്ങളുടെ റെഫർ ചെയ്യാം. ഞാൻ പറയുന്നത് കേൾക്കുക. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ബയോളജി ടഫായി തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ബയോളജി ടഫായി തോന്നുന്നവർ ഫസ്റ്റ് ഒരു 2-3 PYQ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം നല്ല രീതിക്ക് അതൊന്ന് മനസ്സിലാക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുക. അതിന് ആൻസർ ചെയ്യാമെന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് കോമൺ ആയിട്ട് മെയിൻ കോൺസെപ്റ്റ് വെച്ച് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ടഫായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻസ് അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്. അതിനുശേഷം നിങ്ങൾ ഒന്നും കൂടി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബയോളജിയിൽ സെറ്റ് ആവും. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ ഫസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻസ് മിനിമം നോക്കുക. അതിനുശേഷം അതിൽ മെയിൻ കോൺസെപ്റ്റ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആ ഒരു കോൺസെപ്റ്റിനൊക്കെ നമ്മൾ ബയോളജി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പം അല്ലെങ്കിൽ നോട്ട് ബുക്ക് വായിക്കുമ്പം ആ ഒരു കോൺസെപ്റ്റിന് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ നമുക്ക് ബയോളജി കുറച്ചും കൂടി എളുപ്പത്തിൽ എഴുതാൻ പറ്റും. കാരണം ബയോളജിയൊക്കെ അധികം ഏകദേശം ഒരേ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാർ എന്നല്ല, ബയോളജി ശരിക്കും പറഞ്ഞാൽ എല്ലാ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് ബൈഹാർട്ടാക്കി പോകേണ്ടതാണ്. ബൈഹാർട്ട് ചെയ്യരുത്, നമ്മളത് മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ ചെയ്യേണ്ടതാണ് ബയോളജി. പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഒരു ട്രിക്ക് കുറച്ച് PYQ വെച്ച് റെഫർ ചെയ്ത് മെയിൻ കോൺസെപ്റ്റിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല മാറിയിട്ടുണ്ട് ചിലതിലൊക്കെ. അപ്പോൾ ബയോളജിയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞത് ചെയ്താൽ ചെറിയ ഉപകാരമെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ചെയ്യുക. ഫസ്റ്റ് കുറച്ചൊന്ന് PYQ ഒരു 3 PYQ മിനിമം റെഫർ ചെയ്യുക. അതിനുശേഷം ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ സയൻസ് സബ്ജക്റ്റിൻ്റെ സ്റ്റഡി പ്ലാനുമായിട്ട് വന്നിട്ടുള്ളത്. ഇത് സ്റ്റഡി പ്ലാൻ അല്ല, സ്റ്റഡി ടിപ്പാണ്. അപ്പോൾ കെമിസ്ട്രിക്ക് മാത്രമാണ് നമുക്ക് 2 ഡേയ്സ് ലീവ് ഉള്ളത്, 2 ഡേ ലീവ് ഉള്ളത്. പിന്നീട് ബയോളജിക്കായാലും ഫിസിക്സിനായാലും 1.5 ഡേ ആണ് നമുക്ക് ലീവ് ഉള്ളത്. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആയിരുന്നു. എന്തു ഗൈസ്, ഇനിയുള്ള സയൻസ് സബ്ജക്റ്റിൽ എല്ലാവരും പ്രൂഫ് പഠിക്കുക, ഫുൾ ഔട്ട് ഓഫ് ഫുൾ അടിക്കുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആയിരുന്നു. നിങ്ങളുടെ സ്റ്റഡി ടിപ്സ് എല്ലാവരും, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എല്ലാവരും നിങ്ങളുടെ സ്റ്റഡി ടിപ്സ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്താണ്, അതായത് ഈ ഒരു സബ്ജക്റ്റിൻ്റെ എക്സാം ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ ഏതാണ്, അതൊക്കെ നിങ്ങൾ എങ്ങനെ തരണം ചെയ്തു എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമായിരിക്കും ഗൈസ്. എനിക്ക് ഉപകാരമായിരിക്കും. ഞാൻ എന്തായാലും ഇത് വായിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഞാൻ പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. എനിക്ക് ഉറപ്പാണ് ഇത് മിനിമം ഒരാൾക്കെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ കഴിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റഡി ടിപ്സൊക്കെ നിങ്ങളുടെ പഠിത്തത്തിൽ ഉപയോഗിക്കുക. എല്ലാവർക്കും സയൻസ് സബ്ജക്റ്റിൽ ഫുള്ള് എടുക്കാൻ പറ്റട്ടെ, ഫുൾ മാർക്ക് 40 ഔട്ട് ഓഫ് 40 എടുക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇനി ആകെ 3 എക്സാമേ ബാക്കിയുള്ളൂ. നന്നായിട്ട് പഠിക്കുക ഗൈസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ അഭിനവ്.